എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു ഉപയോഗിച്ചുള്ള ഒരു വിഭവമാണ്. അതായത് പടവലങ്ങയും ചക്കക്കുരുവും കൊണ്ടൊരു തോരൻ നമുക്ക് ഉണ്ടാക്കാം. ചോറിനൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലൊക്കെ ചെറിയ പീസസ് ആക്കി വെക്കുക. ഇതിനെ ഇനി നന്നായിട്ട് കഴുകി നമുക്ക് എടുക്കണം. ഇനി ഇത് 3-4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം പുറത്തെ ആ തൊലി മാത്രമേ നമ്മൾ കളയത്തുള്ളൂ. ഈ തൊലി അങ്ങനെ കളയാറില്ല. നല്ല ടേസ്റ്റാണ് ഈ തോരൻ വെച്ചാൽ. അതേപോലെ ചെറിയ പീസസ് ആക്കി വേണം ഇത് എടുക്കാനായിട്ടും. ഇത് നമ്മൾ വേഗുന്നുണ്ടെ നന്നായിട്ട് പെട്ടെന്ന് വെന്തും കിട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. അതായത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ചില സ്ഥലങ്ങളിലൊന്നും ചേർക്കാറില്ല. ഇനി നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരു വെന്ത് കിട്ടണമല്ലോ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കുന്നത് വരെ വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിച്ചാലൊന്നും അറിയത്തില്ല. അതേപോലെ വെള്ളം പറ്റുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കണം. ഒരു 80% വേവ് നമുക്ക് ഇപ്പോൾ ഇതിന് വന്നേച്ചാൽ മതി. ബാക്കി നമ്മൾ പടവലങ്ങയോടെ ചേർത്തിട്ട് വേവിക്കുമേ. അപ്പോൾ മല്ലിപ്പൊടി ചില സ്ഥലങ്ങളിലൊന്നും ചേർക്കാറില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയെടുത്താലേ. അപ്പോൾ പടവലങ്ങ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളൻ കഷണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. ഒത്തിരി ചെറുതാക്കിയാലേ ഇത് വെന്തങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ പീസസ് ഒന്നും കിട്ടത്തില്ലേ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാമേ. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ചോറ് വെക്കുന്ന സാധാരണ അരിയില്ല, അത് തന്നെ ഇട്ട് കൊടുക്കുക. ഇതോടൊപ്പം ഉഴുന്നുപരിപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും തോരന്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. 2-3 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 80% അല്ലേ നമ്മൾ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇനി ഈ പടവലങ്ങയുടെ കൂടെ ചേർന്ന് കിടന്ന് വേണം വേകാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പടവലങ്ങയ്ക്കകത്ത് ഒരു മസാലയും ചേർത്തിട്ടില്ല, ചക്കക്കുരുവിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. ആ മസാല എല്ലാം ഇതിലേക്ക് പിടിച്ചോളും. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 50 ml വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി പടവലങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ജലാംശം അധികമുള്ള ഒരു പച്ചക്കറിയാണല്ലോ പടവലങ്ങ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാമേ. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കിയൊന്ന് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അധികം നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. വെള്ളം ഒത്തിരി ചേർത്താൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ അധികം കുഴയാതെ വേണം ഇതിരിക്കാൻ. എന്നാൽ കുറച്ചൊന്ന് കുഴഞ്ഞ പരുവത്തിലുമാണ്. അങ്ങനെ വേണം ഈ പടവലങ്ങ തോരനിരിക്കാനായിട്ട്. അപ്പോൾ വീണ്ടും ഇത് വെന്തിട്ടില്ല ശരിക്കും, അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിനൊരു അരപ്പ് ആവശ്യമാണ്. 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും, വെളുത്തുള്ളി ഒരു 3-4 ചുള, അതും 5 പച്ചമുളകും. ഇതിനി നമുക്ക് തരിതരിപ്പായിട്ട് അരച്ച് ഈ തോരനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഈ മിക്സിയുടെ ജാറ് കഴുകി ഒരു ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കുറച്ച് വേവാനുണ്ടെങ്കിൽ അതും കൂടി ചേർന്ന് വെന്തോളൂ, അടിയിലൊന്നും പിടിക്കാതെ ഇരുന്നുള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തേങ്ങ നല്ലതായിട്ട് വെന്ത് കിട്ടണമല്ലോ. അടപ്പ് വെച്ച് അടച്ച് നമുക്ക് നന്നായിട്ട് ഇത് വേകാനായിട്ട് വയ്ക്കാമേ. ഈ അരപ്പിട്ട് കൊടുത്തല്ലോ, അതിൽ നന്നായിട്ട് ആവി കയറിയില്ലെങ്കിൽ തോരൻ പെട്ടെന്ന് അഴുക്കായി പോകും. അപ്പോൾ നന്നായിട്ടിത് ആവിയൊക്കെ വരണം. കണ്ടോ, ഇതേപോലെ ആവി വന്നിട്ട് കുറച്ച് നേരം നമ്മളിത് ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഇളക്കി ഇങ്ങനെ തോർത്തിയിട്ട് കൊടുക്കണം. 1 തണ്ട് കറിവേപ്പില ഒടുവിൽ ചേർത്താൽ നല്ല മണമൊക്കെ ഇതിന് കിട്ടും. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നല്ല ഒരു തോരനാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അതേപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് എത്തുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.